സരോജിനി നായിഡുവിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ sarojini_naidu.odt എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയലിൽ ഹെഡിംഗ് 1 വിഭാഗത്തിൽ ഫ്രീഡം ഫൈറ്റർ എന്ന പേരിലും ഹെഡിംഗ് 2 വിഭാഗത്തിൽ സരോജിനി നായിഡു എന്ന പേരിലും 2 പുതിയ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെഓഫീസ് റൈറ്ററിൽ തുറന്ന് ലേഖനത്തിലെ പ്രധാന ശീർഷകത്തിന് ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈലും എല്ലാ ഉപശീർഷകങ്ങൾക്കും സരോജിനി നായിഡു എന്ന സ്റ്റൈലും നൽകുക. ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. തുടർന്ന് സരോജിനി നായിഡു എന്ന സ്റ്റൈലിൽ ചുവടെ നൽകിയ മാറ്റങ്ങൾ വരുത്തുക. ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ്, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ ബ്ലൂ. മാറ്റം വരുത്തിയ ഫയൽ സേവ് ചെയ്യുക. An article on Sarojini Naidu is given in the file sarojini_naidu.odt in exam documents folder in home. This file includes 2 new styles, namely Freedom Fighter for heading 1 category and Sarojini Naidu for heading 2 category. Open this file in LibreOffice Writer and give Freedom Fighter style for the main heading and Sarojini Naidu style for all subheadings. Subheadings are given in green color. Then make the following changes to the Sarojini Naidu style. Font family Noto Sans, font size 110%, font color blue. Save the modified file to Exandron folder in home. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ സരോജിനി നായിഡു എന്ന ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. ഇതിലെ പ്രധാന തലക്കെട്ട് ഇതാണ്: സരോജിനി നായിഡു എന്നത്. ഇതിന് ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈലാണ് നൽകാൻ പറഞ്ഞിട്ടുള്ളത്. അതിനിവിടെ സ്റ്റൈൽ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോർ സ്റ്റൈൽ എന്നത് സെലക്ട് ചെയ്യുന്നു. ഹെഡിംഗ് വിഭാഗത്തിലാണ് പറഞ്ഞ സ്റ്റൈലുകൾ ഉള്ളത്. അതുകൊണ്ടത് ഇതുപോലെ ഇവിടെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈലുള്ളത് ഹെഡിംഗ് 1 എന്നതിലാണ്. അതുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി ഫ്രീഡം ഫൈറ്റർ എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്റ്റൈൽ നൽകുന്നു. പ്രധാന ശീർഷകത്തിന് ഇപ്പോൾ ഫ്രീഡം ഫൈറ്റർ എന്ന സ്റ്റൈൽ നൽകിക്കഴിഞ്ഞു. ഉപശീർഷകത്തിന് സരോജിനി നായിഡു എന്ന സ്റ്റൈലാണ് ഇനി നൽകാനുള്ളത്. ഉപശീർഷകങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്യുന്നു. ഇതിന് ഹെഡിംഗ് 2 വിഭാഗത്തിലെ സ്റ്റൈലാണ് നൽകേണ്ടത്. അതുകൊണ്ട് ഹെഡിംഗ് 2 വിഭാഗത്തിൽ സരോജിനി നായിഡു എന്ന സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ഉപശീർഷകവും അതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഹെഡിംഗ് 2 വിഭാഗത്തിലെ സരോജിനി നായിഡു എന്ന സ്റ്റൈൽ നൽകുന്നു. എല്ലാ ഉപശീർഷകങ്ങൾക്കും ആ സ്റ്റൈൽ നൽകുകയാണ്. ബാക്കിയുള്ള ഉപശീർഷകങ്ങൾ ഓരോന്നായി സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഉപശീർഷകങ്ങൾക്കെല്ലാം സരോജിനി നായിഡു എന്ന സ്റ്റൈൽ നൽകുക. സരോജിനി നായിഡു എന്ന സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എല്ലാത്തിനും സ്റ്റൈൽ നൽകി. ഇനി സ്റ്റൈലിൽ ഇവിടെ പറയുന്ന മാറ്റങ്ങൾ കൂടി വരുത്തണം. ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ് ആകണം. സരോജിനി നായിഡു എന്ന മാറ്റം വരുത്തേണ്ട സ്റ്റൈലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ് ആക്കണം. അതിനിവിടെ ഫോണ്ട് ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് ഫാമിലി ഇവിടെ നോട്ടോ സാൻസ് എന്നാക്കുന്നു. നോട്ടോ സാൻസ് ആക്കി. ഫോണ്ട് സൈസ് 110%. 110% തന്നെയാണ്. ഫോണ്ട് കളർ ബ്ലൂ. ഫോണ്ട് കളറിനായി ഫോണ്ട് ഇഫക്ട്സ് ടാബ് സെലക്ട് ചെയ്തു. ഇവിടെ നിന്നും ആവശ്യമായ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റൈലിൽ വരുത്തിയ മാറ്റങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇനി ഈ ഫയൽ സേവ് ചെയ്യുക. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സാണ്ടൻ സെലക്ട് ചെയ്തു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയലിന് പേര് നൽകി. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ ഇവിടെ നമ്മുടെ നമ്പറിൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.